പെരുമ്പാവൂരുകാരായ ഷബീർ. ഷബീറിന് പെരുമ്പാമ്പിനെ വലിയ ഇഷ്ടമാണെന്ന് തോന്നല്ലോ. പിന്നെ നമ്മുടെ നാട് ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും? പെരുമ്പാമ്പ്. പെരുമ്പാമ്പോ? ഞാനോർത്ത് പിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് പറയാം പെരുമ്പാമ്പിനെ. പെരുമ്പാമ്പിനെ എത്ര കുട്ടികളെ ഞാൻ വളർത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഗൗരവകരമായ കാര്യത്തിലോട്ട് പോവാം. കൺഫെഷൻ റൗണ്ട്, കുമ്പസാര അല്ലെ ഒരു റൗണ്ട് തന്നെയാണ്. കുമ്പസാര എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഈ റൗണ്ടിന് അങ്ങനെ അല്ലാണ്ട് വേറെ പേര് നമുക്ക് ആലോചിച്ചിട്ട് കിട്ടണില്ല. ഷബീറിന്, ഷെഫീർ എന്റെ വായിൽ എപ്പോഴും വരുന്നത്, കാരണം എന്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ് ഷെഫീർ, എന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയാണ്. അവിടെ ഷെഫീർ എന്റെ വായിൽ വരുന്നത്. ഷബീറിന് ഇവിടെ ആരോടാണ് ഈ രഹസ്യം വെളിപ്പെടുത്താൻ ഉള്ളത്? എന്നോട് ആർക്കും ഒന്നും പറയില്ല, എന്തെങ്കിലും രഹസ്യം ആർക്കെങ്കിലും ഉണ്ടാവൂലേ? ഇതുവരെ പറയാത്ത, ഷിനുവിനോട് പറയാത്ത ഒരു കാര്യം. ഷിനുവിനോട്, പിന്നെ എന്റെ വീട്ടുകാരോട്, എന്താ പറയാ, അവരോടും എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. കിട്ടിയൊരു വേദിയാണ്, ഫ്ലോർ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം. കാരണം എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല ഇങ്ങനെ ഒരു പറയാനും അല്ല ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇതൊന്ന് പറഞ്ഞു തീർക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയാവുന്ന കാര്യം, ഷിനുവിന് കല്യാണം കഴിഞ്ഞിട്ട് കിട്ടിയ സ്വർണം അവളുടെ വാപ്പച്ചി കൊടുത്തതാണ്. അപ്പോൾ ഈ സ്വർണം കിട്ടിയതിൽ ഒരു കാശിമാല ഉണ്ടായിരുന്നു, ഒരു പച്ചക്കല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു കാശിമാല ഉണ്ടായിരുന്നു. അത് അവൾക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഉമ്മാക്ക് കിട്ടിയ മാലയാണത്. എന്ന് വെച്ചാൽ അവളുടെ ഉമ്മയുടെ വാപ്പ അവൾക്ക് ഉമ്മാക്ക് കൊടുത്തു. ആ മാല തന്നെ സെയിം തന്നെ കൈമാറി അങ്ങനെ ഷിനുവിന് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൊളുത്ത് പോയി, അതിൻ്റെ ഒരു കല്ല് പോയി, എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു സെൻറ്റിൽ അത് നന്നാക്കാൻ തന്നു, ശരിയാക്കാൻ തന്നു. അങ്ങനെ ഞാനത് വാങ്ങിച്ച് കയ്യിൽ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷിനു ചോദിച്ചു, കാക്ക മാല കൊടുത്തിട്ട് എന്ത് അത് വാങ്ങിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാല ഞാൻ കൊടുത്തിട്ടുണ്ട്, നന്നാക്കി കൊടുത്തിട്ടുണ്ട്, കിട്ടും, ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ച അങ്ങോ കഴിഞ്ഞപ്പോൾ വീണ്ടും ഷിനുവിനോട് ചോദിക്കുകയാണ്, കാക്ക ആ മാല എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഇന്ന് പോയി ഞാൻ നോക്കട്ടെ, വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നുകൂടി മറിച്ചു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ അവൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഷിനു അത് എനിക്ക് പെട്ടെന്ന് ക്യാഷിന് കുറച്ച് അത്യാവശ്യം വന്നു, അവിടെ നിന്ന് നന്നാക്കി കിട്ടി, അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ട് പണയം വെച്ചു. അപ്പോൾ പറഞ്ഞു, കാക്ക അത് വെച്ചത് തന്നെ, എനിക്ക് വേറെ ഉണ്ടല്ലോ അത് തരായിരുന്നല്ലോ, അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഇവർ പെട്ടെന്നായിരുന്നു, ടൗണിൽ വെച്ചിട്ട് തന്നെ വന്നപ്പോൾ ഞാൻ പിന്നെ വേറെ തപ്പാനും കടം മേടിക്കാനൊന്നും പോയില്ല, പെട്ടെന്ന് അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തല്ലോ ഷിനു, സാറിലെ എടുത്തു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ നിന്നു. കുറേ നാൾ ഇടയ്ക്ക് അവൾ ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുക, അതിങ്ങനെ എടുക്കുക, അതിൽ വേറെ വെച്ചിട്ട് എടുക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. ഒരു ദിവസം എൻ്റെ മാമാടെ മകളുടെ കല്യാണത്തിനായിട്ട് ഷിനു എന്നോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, എന്തോ സെറ്റ് സാരി കൊടുക്കാണ്. അപ്പോൾ സെറ്റ് സാരി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഇതൊന്നും ഇടാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും കാശുമാല ഏറ്റവും ഭംഗി, അപ്പോൾ അതൊക്കെ എന്തായാലും എടുത്തു തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് എടുത്തു തരാം ഷിനു, നിനക്ക് വേറെ കുറേ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്കത് പിന്നെ അതിന് പോയി വേറെ കൊണ്ടുവന്ന് വെച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ പിന്നെ ഞാൻ അത് മാറ്റി വയ്ക്കാൻ തന്നാൽ പിന്നെ അത് അവിടെ ഡെഡായിട്ട് അവിടെ ഇരിക്കുള്ളൂ, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റും, എടുക്കാൻ നമുക്ക് പറ്റൊന്നുമില്ല, പണയത്തിൽ വെച്ചാലുള്ള സംഭവം അതാണ്, പിന്നെ തിരിച്ചെടുക്കലുണ്ടാവില്ല, അങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനെ എന്താ പറയുക, അന്ന് പറഞ്ഞ് അവൾ അതിനോട് പിണങ്ങൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആ കല്യാണത്തിന് അത് എടുത്ത് കൊടുത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുറിച്ചിട്ട് പറയും, മാലേനെ കുറിച്ച് അന്നൊക്കെ കല്യാണത്തിനെടുത്ത് തന്നില്ല, അല്ലെങ്കിൽ അതെന്താ എടുത്തു തരാം, അങ്ങനെ കുറച്ച് അതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരമുണ്ടോ. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ചൂടായിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഷിനു ഞാൻ ആ മാല കൊടുത്തു പറഞ്ഞു. ആ മാല ഞാൻ കൊടുത്തു, എനിക്ക് പെട്ടെന്ന് കാശിന് അത്യാവശ്യം വന്നു. എനിക്ക് അപ്പോൾ പറഞ്ഞു, കാക്ക എന്ത് പരിപാടി, എനിക്ക് എൻ്റെ ഉമ്മക്ക് എത്രയോ വർഷത്തോളം 25 വർഷത്തോളം ഈ സാധനം കയ്യിലിരുന്നിട്ടും അവർ ഇതുവരെ കൊടുക്കുകയോ പണയം വെക്കുകയോ പോലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാക്ക എന്താ പെട്ടെന്ന് അങ്ങനെ കൊടുത്തിറങ്ങി, എന്ത് മോശമായി പോയി, അവരുടെ മുമ്പിലൊക്കെ ഞാൻ എന്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഷിനു അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമായിപ്പോയി, എനിക്ക് എന്താ പറയുക, അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഞാൻ അങ്ങോട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വലിയ അതിൻ്റെ ഞാൻ നിന്നില്ല. അപ്പോൾ എന്നോട് പിന്നെ ഒരു ദിവസം വന്നിട്ട് കാക്ക ഒരു പണി അവൾ എന്നോട് ചോദിച്ചു, കാക്ക പോയിട്ട് ഈ സ്വർണ്ണം അവിടെ കടയിലൊന്ന് പോയി നോക്ക്, അവിടെ ചിലപ്പോൾ ഈ സ്വർണ്ണം അവിടെ അവർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലോ വേറെ മാല കൊടുത്തു കാക്ക, ആ മാല ഇങ്ങോട്ട് തിരിച്ചാന്ന് പറഞ്ഞു, അതെങ്ങനെയെങ്കിലും മേടിച്ചാൽ തിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷിനു അത് അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ അവരെന്തോ തീയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറുപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് വന്നു, പിന്നെ അതുകൊണ്ട് ഇനി അത് കിട്ടൂല എന്ന് പറഞ്ഞു. പിന്നെ അതൊരു കരച്ചില് പിരിച്ചില് അറിയാലോ, അത്രയൊരു മാലക്ക് അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. അങ്ങനെ അത് നടന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഞാൻ വേറെ പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ടൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ വെറുതെ വിഷമാവുണ്ടല്ലോ, പ്രത്യേകിച്ച് എനിക്ക് ഇവളോടുള്ള കൂടുതൽ, ഇവളെ അറിഞ്ഞാൽ ഇവളുടെ വീട്ടിലറിയും, അവർ ഇത്രയും കഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ടുവന്ന് വരുമ്പോൾ ഞാനത് നഷ്ടപ്പെടുത്തി എന്ന് അറിഞ്ഞുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. എൻ്റെ കയ്യിൽ നിന്ന് സാധനം നഷ്ടപ്പെട്ടു പോയതാണ്.
കാറിന്റെ സൈഡിൽ എവിടെയാണ് വെച്ചിരുന്നെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആദ്യം ഞാൻ 2 ദിവസം എന്തോ മറന്നുപോയി. ഇവള് പറഞ്ഞപ്പോഴോ ഞാൻ സാധനം തപ്പിയപ്പോൾ മാല കാണുന്നില്ല. അപ്പൊ ഇവള് ആദ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ, പണയം വെച്ചെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവുന്നൊരു പ്രതീക്ഷയായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഒരു സാധനം, അത്രയും വലിയൊരു സാധനം ഞാനത് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. വിറ്റെന്ന് പറയുമ്പോൾ ആ കാശെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സംഭവം പറയാതിരുന്നത്. ഒരു ലാഘവോ ഇല്ലാതെയാണ് ആ ഒരു കാര്യം ഇവിടെ അവതരിപ്പിച്ചത്. കാരണം 1 ഗ്രാം ഉണ്ടാക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇക്കാക്കാക്ക് നന്നായിട്ട് അറിയാം. എത്ര പവനുണ്ടായിരുന്നു ഇക്കാക്കാക്ക് അറിയോ? അത് എത്ര പവനുണ്ടായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്താണെന്നറിയോ, 7-8 പവനുണ്ടായിരുന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇത് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് സത്യം പറയാം. അപ്പൊ സാധനം കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടാവില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത് പറയാതിരുന്നത്. അങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ സംഭവിച്ചിട്ടെന്ന് തോന്നുന്നു 2 വർഷത്തോളമായി എനിക്ക് തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് അത് വാങ്ങിച്ചു കൊടുക്കാൻ എന്നുണ്ട് പറ്റിയിട്ടില്ല, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഫ്ലോർ കിട്ടിയപ്പോ അത് പറയാന്ന് വിചാരിച്ചു. ഷബീറിന്റെ മനസ്സിൽ എന്നും ഒരു ടെൻഷനായിട്ടും ഒരു ഒളിച്ചു വെച്ചതായിട്ടും ഷബീറിന് പറയണമെന്ന് തോന്നുന്നതും പക്ഷെ ഇതുവരെ പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഷബീർ പറഞ്ഞത്. ഇതിപ്പോ ഒരുപക്ഷെ നമ്മൾ പൊട്ടിക്കരയേണ്ട ഒരു സംഭവം ആയിരിക്കില്ല. ഇപ്പൊ പൊട്ടിക്കരഞ്ഞാലേ 10 മാർക്ക് കിട്ടുള്ളൂ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒളിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യം തോന്നിയേക്കുന്നത് ഷബീറിന് ഇതാണ്, അല്ലേ ഷിനു? അതല്ല, ഇക്കാക്കാക്ക് എന്നോട് ഒളിക്കേണ്ട ഒരു കാര്യമില്ല, അത് പറയാലോ. അത് ഈ മാലയ്ക്ക് വേണ്ടി ഞാൻ ഇക്കാക്കാനോട് ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്, ഇക്കാക്കാനെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇക്കാക്ക ഒഴിഞ്ഞു മാറും. അപ്പം നമ്മൾ പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നും കൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഒരു കാര്യം നമ്മൾ ഒരാളോട് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം ഈ 3 പ്രാവശ്യം ഞാൻ പറയുമ്പോഴും ഇക്കാക്ക് ഒരു സീരിയസ് ഇല്ലാതെ ഇക്കാക്ക ഒന്ന് പൊടിയുണ്ട്, കാശുണ്ടാകുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കടം വന്ന് മുടിഞ്ഞാൽ നിന്റെ ഈ മാലയെന്നല്ല ഉള്ള സാധനങ്ങൾ മുഴുവൻ വിറ്റ് വിറക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയൊക്കെ പറഞ്ഞ ഇക്കാക്ക അല്ല, ഇത് സംഭവം എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒളിച്ചു വെക്കണമെന്നല്ല. ഞാനിത് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാലുള്ള ആ ഒരു വിഷമം ഞാൻ ആലോചിച്ചിട്ടാ. കൊടുക്കണം, അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ഉണ്ടാക്കി തരണ്ടല്ലോ എന്നുള്ള ധൈര്യം കൂടിയായി ഇവിടെ ഫ്ലോറിൽ പറഞ്ഞത് കൊണ്ട്. ഇല്ല, അങ്ങനെയില്ല. എന്നെ കൊണ്ട് അത് സാധിക്കുമെങ്കിൽ ഇൻഷാല്ലാ ഞാനത് നിനക്ക് വാങ്ങിച്ചു തരും ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അങ്ങനെ ഒരു നല്ലൊരു മാല, 8 പവന്റെ മാല, ഒരു 10 പവന്റെ മാല നമ്മുടെ ഷിനുവിന് മേടിക്കാനുള്ള പൈസ. 10 പവന്റെ അല്ല റിമി, അത് എന്റെ ഉമ്മാടെ കയ്യിലിരുന്ന സാധനം എനിക്ക് കിട്ടില്ല. അത് കറക്റ്റ് ആട്ടോ, ഞാൻ അത് അത്ര വിചാരിച്ചില്ല. ശരിയാണ്, അത് എനിക്ക് കിട്ടില്ല ഷബീർ. നമുക്ക് ജഡ്ജ്മെന്റിലോട്ട് പോവാം. രഞ്ജിനി ആദ്യം ഇരിക്കുന്നോണ്ട് രഞ്ജിനി ഇങ്ങനെ പരിങ്ങിയിരിക്കുക. ഫസ്റ്റ് എന്നെ തന്നെ വിളിക്കുവോ എന്ന്. വേണ്ട, രഞ്ജിനെ വിളിക്കണം. നമുക്ക് രഞ്ജിനെ തന്നെ വിളിക്കാം. ഷബീറേട്ടൻ പറഞ്ഞതൊരു വലിയ കാര്യമാണ്. എന്ന് വെച്ചാ അപ്പോഴേ ഷിനുവിന്റെ അടുത്ത് അപ്പോഴേ പറയാമായിരുന്നു സ്വർണം നഷ്ടപ്പെട്ടു. ഇപ്പൊ വിറ്റുവെന്നും പണയം വെച്ചെന്നും കള്ളം പറയേണ്ട ആവശ്യമില്ല. കുറച്ച് ചെറിയതായാലും നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദന വരും. നമുക്ക് ഇത്രയും നാളെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് പറയായിരുന്നു. നേരത്തെ ഇത് പറഞ്ഞത് അവർക്ക് ഇപ്പൊ അത് ഫീലിങ്സ് ആവാതെ അപ്പോഴെ തന്നെ അത് പറയാതെ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയി, ഒരു അബദ്ധം പറ്റി എന്ന് അപ്പോഴേ പറയാം. നീ പണയം വെച്ചു വിറ്റു, എന്തിനാ ഇങ്ങനെ ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു 100 തവണ വേറെ പറഞ്ഞ മാതിരി ഈ പറഞ്ഞു ഈ സാധനം അങ്ങേറ്റത്തോട്ട് എത്തി. അല്ല, ഇപ്പോഴെങ്കിലും പറയാൻ ചാൻസ് കിട്ടിയോണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ അത് ഇനിയും പറഞ്ഞിരിക്കില്ല. അതാ പറഞ്ഞത്, നേരത്തെ പറയായിരുന്നു എന്ന് എനിക്ക് തോന്നി. സമീറ, മാല വിറ്റു എന്നാണ് പറഞ്ഞല്ലേ? അപ്പൊ മാല വിറ്റു എന്ന് പറയാമെങ്കിൽ പിന്നെ കളഞ്ഞു പോയെന്ന് എന്താ പറയാഞ്ഞത്? ഉമ്മാക്ക് കിട്ടിയൊരു മാലയാണത്. അതെ, അത് അവര് കേട്ടാൽ തന്നെ എനിക്ക് അവരറിയുന്ന ഒരു കാര്യം ഭയങ്കര വിഷമമായിരുന്നു. അതെ, പക്ഷെ അത് വിറ്റാലും അത് നഷ്ടപ്പെടുകയാണല്ലോ. പക്ഷെ സാധനം കളഞ്ഞു പോയി. വിറ്റ നമുക്കൊരു കാശ് കിട്ടുമെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കും. പിന്നെ കളഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അത് ഭയങ്കര വിഷമമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാ അത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ ഞാൻ ഈ സാധനം കൈകാര്യം ചെയ്തില്ലോ എന്ന് അവർ വിചാരിക്കില്ലേ? ഷബീറിന്റെ ഉത്തരവാദിത്തക്കുറവ് ഷിനുവിനെ ഹേർട്ട് ചെയ്യുമെന്ന് സത്യം. പക്ഷെ പറയാമായിരുന്നു. ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കള്ളങ്ങൾ ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് പറയേണ്ടി വരില്ലായിരുന്നു. എന്തായാലും അത് കയ്യിലില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാമായിരുന്നു. തീർച്ചയായിട്ടും. ഷിനുവിന്റെ മരുമകൾക്കോ മകൾക്കോ കൊടുക്കേണ്ട ഒരു സമ്പാദ്യമായിരുന്നു അത്. അതിനി ഒരിക്കലും വീണ്ടെടുത്ത് കൊടുക്കാൻ ഷബീറിന് പറ്റില്ല. ഇനിയിപ്പം ഷബീറിന് എന്തോരം കാശുണ്ടായെന്ന് പറഞ്ഞാലും ആ ഒരു പഴമയെ വീണ്ടെടുത്ത് കൊടുക്കാൻ ഷബീറിനെ കൊണ്ട് സാധിക്കൂല. അതൊരു വലിയ നഷ്ടമാണ്. അതല്ലാത്ത നഷ്ടങ്ങൾ നികത്താൻ ഷബീറിനെ കൊണ്ട് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല,
ഷബീർ ഒരു സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് ഷിനുവിനോട് തുറന്നു പറയാത്തതായിട്ടുള്ള ഒരു രഹസ്യമില്ലാന്ന്. എന്നെങ്കിലും ഒരിക്കലും അത് തിരിച്ചു കിട്ടിയിട്ട് അതിന്റെ ആ പഴമയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ശരിക്കും വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്ത ഒരു പുതിയ ഒരു സ്വർണം മേടിച്ചിട്ട് കുറെ നാള് വെച്ച് പഴകി വെച്ചിട്ട് അങ്ങ് കൊടുത്തേക്കാം. പക്ഷെ എന്നാലും അതാവത്തില്ല. ഷിനുവിന് എന്തെങ്കിലും രീതിയിൽ ഞാൻ എന്റെ ഒരു സ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ എന്തൊരു വലിയ ഇടിഞ്ഞു വീണാലും ഞാൻ വിചാരിക്കുന്നതെന്ന് അറിയോ, അത് നമ്മുടെ വിധിയാന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അത് നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടേ തീരൂ. ബബിത, ഇതിപ്പോ ഷിനുവിന് അത്ര വിഷമമായത് മഞ്ചേച്ചി പറഞ്ഞ പോലെ അതിന്റെ പഴമ ഇതായിട്ട് തന്നെ ആയിരിക്കും. അവളുടെ ഉമ്മിച്ച് അവക്ക് കൊടുത്ത ആ ഒരു അതിന് പ്രത്യേക ഒരു വാല്യൂ അവക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ഗ്രാമം ഉണ്ടാക്കാനായിട്ട് നമ്മ എന്തോരം കഷ്ടപ്പെടണം. അപ്പൊ ആ ഉത്തരവാദിത്വം ഇല്ലായ്മേനെയാണ് ഷിനു വിമർശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാറിലായാലും എന്തിലായാലും നന്നാക്കാൻ തന്ന സാധനം ഉടനെ അത് അവിടെ കൊണ്ടേ കൊടുത്താൽ മതിയായിരുന്നു. സംഭവം ശരിയാ. ഞാൻ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഞാൻ ഇത്രയും ഒരു സാധനം എന്റെ കയ്യിൽ വന്നിട്ട് ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഞാൻ എങ്ങനെ പറയും? നമ്മുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം കളഞ്ഞല്ലോ ഷബീർ. ഈ നേരത്തെ ആലോചിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കളയും. അത് നമ്മ ഒരു പവനോ രണ്ടു അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ അത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും സാധനം നമ്മുടെ കയ്യിൽ ഇപ്പം കൊണ്ട് നടക്കുമ്പോ തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതായിരിക്കും ഷിനു വിഷമിച്ചെന്ന് ഞാൻ പറയുവാണ്. ഷബീർക്ക് അത് അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോ അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. എന്റെ കാറിലല്ലേ ഇരിക്കുന്നത്, ആരെടുത്തോണ്ട് പോവാനാണ്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. എന്തായാലും അതിന്റെ വിധി അത് തന്നെയായിരുന്നു. അത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇനി ആ മനസ്സിന് യാതൊരു ടെൻഷനും ഇല്ല, ഒരു പേടിയില്ല, ഒരു കള്ളത്തരം ചെയ്തെന്നുള്ള ഒരു ഫീൽ ഇല്ല. ഞാൻ ഇവളോടൊരു മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇവളുടെ ഭാഗത്തുനിന്ന് അതിനൊരു എന്താ പറയാ, എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റിന് അല്ലെങ്കിൽ ഞാൻ ഇവള് മറച്ചു വെച്ചതിന് ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനാണ്. ഷിനു, ഇക്കാക്ക ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയാണ്. പിന്നെ ഇക്കാക്ക എനിക്ക് അതാണ് എന്താന്ന് വെച്ചാൽ ഉമ്മാടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു സ്വർണ്ണം അല്ലേ, അതിനിപ്പം നഷ്ടപ്പെട്ടു. വിധിന്ന് ഇക്കാക്ക പറഞ്ഞ പോലെ വിധിന്ന് തന്നെ തീരുമാനിക്കാനേ എനിക്കും പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിഷമങ്ങളൊന്നും ഇല്ല. കാക്കക്ക് കാശുണ്ടാകുമ്പോ കാക്ക എനിക്ക് ഉണ്ടാക്കി തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. തീർച്ചയായിട്ടും അത് നമുക്ക് മാർക്സിലൂടെ നോക്കാം. എത്ര മാർക്സ് ആ കിട്ടുന്നത് നമുക്ക് നോക്കണ്ട. രഞ്ജിനി 8.5. സമീറ 8.5. താങ്ക് യു. 8.5. താങ്ക് യു. 8.5. താങ്ക് യു. 4 8.5 ചേർന്നാൽ 34. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം വളരെ ശ്രദ്ധിച്ചു. ഷിനു ഒത്തിരി ഒന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഷിബിർ ഇത് കാണിച്ചു. ഷിബിന് തീരെ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. പുറത്ത് കരയുന്നതാണോ അതോ ഷിനു കരയുന്നതേ കാണുന്നത് ഇഷ്ടമില്ല? എന്താണ് സംഭവം? എന്താ അവൾ ഇതുവരെ കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യത്തിൽ കരയാൻ. ശരി, നമുക്ക് ഷിനുവിനോട് ചോദിച്ചു കളയാം. ഈ 34 എന്ന മാർക്കിൽ ഷിനുവിന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? അത് ഓക്കെ ആണോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് ഒരു പറയാത്തതായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇക്കാക്ക പറയും. അപ്പൊ ഇതിനു വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കി പറയാൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ എനിക്ക് അതൊക്കെ പറയാനുള്ളത് ഇതേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. ഇതൊരു നിസ്സാര കാര്യമാണെങ്കിലും അത് കാക്ക അവിടെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് മാർക്ക് കുറച്ചതെന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്റെ ജീവിതത്തില്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില് റിമാർക്സ് ഒന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാവുമ്പോ തീരുന്ന വിഷയങ്ങളല്ലാതെ വലിയ കൺഫ്യൂസ് ചെയ്യാനില്ല. അങ്ങനെ ഞാൻ വളരെ ആലോചിച്ചു. എനിക്ക് വേറെ കൺഫ്യൂസ് ചെയ്യാൻ ഇതല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം ഷീനു, നമുക്ക് ഇവിടെ ഇരിക്കുന്നവരെ അനുകൂലിക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു കളയാം. ഷീനുവിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് കൈവക്കാം. 6 പേര്. വിയോജിക്കുന്നവര്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് കൂടുതലും അനുകൂലിക്കുന്നവർ തന്നെയാണ്. ജഡ്ജിംഗ് പാനല് ഇതിൽ എന്തെങ്കിലും തിരുത്താൻ തയ്യാറാണോ? ഇവിടെ അങ്ങനെ തരാൻ കാര്യം ഇതിനു മുമ്പ് പെർഫോം ചെയ്തവരുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് തന്നത്. ഇനി ഞങ്ങളിട്ട മാർക്ക് തെറ്റാണെന്ന് ഇവർ ഉറച്ച് പറയുകയാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. മഞ്ജു തയ്യാറാണെന്ന് പറയുന്നു. ബാക്കിയുള്ള ജഡ്ജസിന്റെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈ മാർക്ക് ഷബീറിന് കൊടുത്ത മാർക്ക് കറക്റ്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം. സമീറയുടെ അഭിപ്രായം ഷബീർ